ഫിലിപ്പിൻ്റെ ഇതാണ് ഇപ്പോൾ എൻ്റെ ലാപ്പിൻ്റെ പോർട്ടുകളുടെ അവസ്ഥ. ദാ ഇവിടെ ഞാൻ എൻ്റെ ഗെയിമിംഗ് പാഡ് ഇരിക്കുന്ന ഗെയിമിംഗ് പാഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ പോർട്ടിൽ ഇങ്ങനെ എന്തൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കീബോർഡ്, ഒരു മൗസ്, പിന്നെ ഒരു USB-C ടൈപ്പ് ഉള്ളതിൽ കൺവേർട്ടർ ഇട്ട് കൺവേർട്ട് ചെയ്ത് എൻ്റെ ഡാറ്റ കേബിൾ കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് എനിക്ക് ഒരു SSD-യോ അല്ലെങ്കിൽ USB-യോ എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നാൽ എനിക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അത് എനിക്കിത് ഏതെങ്കിലും ഒന്ന് ഊരിയിട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ഒരു സാധനമാണ് ഗൈസ് ഈ ഒരു പെട്ടിക്കകത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവും. അപ്പം ഇതൊന്ന് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കുറച്ച് പോർട്ടുകൾ എനിക്ക് ഫ്രീ, കീബോർഡും മൗസും ഈ ഗെയിം പാഡും കൊടുത്തിരിക്കുന്ന 3 പോർട്ട് എനിക്ക് ഫ്രീ ആക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സ്ട്രൈക്ക് ഡേ 7 അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് ഫിലിപ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആ ഒരു USB-A/4 സെറ്റ് വരുന്ന ആ ഒരു എക്സ്റ്റൻഷൻ ഹബ്ബാണ്. അതായത് USB-C ഹബ്ബ് എന്ന് വേണം പറയാൻ. അത് പൊട്ടിച്ചപ്പോൾ പൊടിയാണ് ഗൈസ്. ഇതാണ് ആ സാധനം എന്ന് പറഞ്ഞത്. ഇത് USB-C ആണ് പറഞ്ഞത്. സിന്ന് നേരെ USB-Aയിലോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില 4000 സംതിങ് രൂപയാണ്. പക്ഷേ എനിക്ക് കിട്ടിയത് വെറും 500 രൂപയ്ക്കാണ്. 490 എത്ര രൂപ ഓഫർ വന്ന സാധനമാണ് ഗൈസ്. ഉള്ളതുപോലെ പറയണമല്ലോ. ഫെബ്രുവരി 2022 ഇതിൻ്റെ മാനുഫാക്ചറിങ് തുടങ്ങിയത്. ഈ ഒരു സാധനം ഇപ്പോഴുള്ളതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എക്സ്പയറി ആയതുകൊണ്ടാണ് അതോ ഈ റേറ്റിന് കിട്ടിയത്. ഇന്നേക്ക് വാറൻറ്റി ഉണ്ട്. ഇത് അങ്ങോട്ട് നമുക്ക് ഓർഡർ ചെയ്ത് കിട്ടിയതിൻ്റെ അന്നോട്ടുള്ള വാറൻറ്റി ഉണ്ട്. പിന്നെ USB 3.0 ആണ്. ഇത് നമ്മുടെ നോർമൽ സാധനങ്ങളൊക്കെ 1500 രൂപയ്ക്ക് കൊടുക്കണം. 3.0 ഒരെണ്ണവും ബാക്കി 2 സംതിങ്ങിൻ്റെയാണ് ബാക്കി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 3.0 പറഞ്ഞ സാധനമാണ്. ഈ ഒരു സാധനം അതായത് എല്ലാ പോർട്ടും 3 ആണ് പറഞ്ഞത്. അത് അത്യാവശ്യം നൈസാണ്ടായി. പക്ഷേ കീബോർഡും മൗസും ആയതുകൊണ്ട് കുഴപ്പമില്ല. കീബോർഡും മൗസും ഗെയിം പാഡിൻ്റെ ആ ഒരു സാധനം കൂടെ കണക്ട് ചെയ്യാനാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ബാക്കി ഡയറക്റ്റ് കൊടുക്കണൊക്കെ ഫോൺ കണക്ട് ചെയ്യാനും ബാക്കി ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാനൊക്കെ എനിക്ക് ലാപ്പിൻ്റെ തന്നെ ആ ഒരു പോർട്ടിൽ കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾക്ക് ഇത് ഓപ്പൺ ആക്കാം. ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്ത് വേറെ ഒന്നുമില്ല. അങ്ങനെ മാറ്റി വയ്ക്കാം. ഇതാണ് ആ ഒരു സാധനം, ഫിലിപ്പിൻ്റെ സാധനം. ഫിലിപ്പിൻ്റെ മറ്റേ ആര് പറയണ പൃഥ്വിരാജ. ഇതാണ് ആ സാധനം. ഫിലിപ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ USB 3.0 എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. 1 2 3 4 പോർട്ടുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ട് എവിടെ വേണോ കൊണ്ടുപോകാം. ഇങ്ങനെ പോക്കറ്റ് ഇട്ടുകൊണ്ട് കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ. കുലുങ്ങണടേ ഉണ്ടാ. USB-C ആണ് പറഞ്ഞത്. പക്ഷേ ഇതിന് നീളമില്ല. ഇത്ര നീളമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ തൂക്കി ഇട്ടേക്കേണ്ടി വരും. കാരണം ലാപ്പ് ഹൈറ്റിനാണ് ഇരിക്കണം. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യണം. USB-C ഫീമെയിൽ ടു USB-C മെയിലിൻ്റെ കേബിൾ ഒരെണ്ണം വാങ്ങിച്ചാൽ നമുക്കിത് ഒരു 1 മീറ്ററിൻ്റെ കേബിൾ വാങ്ങിച്ചാൽ നമുക്ക് എവിടെ വേണോ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അതൊരു നല്ല കാര്യമാണ്. വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കണക്ട് ചെയ്തങ്ങ് വെച്ചേക്കാം. ഞാനിപ്പം കൊടുത്തേക്കണ ഗെയിം പാഡിൻ്റെത് ഇവിടെ നിന്ന് ഊരിയിട്ടുണ്ട്. അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കീബോർഡ് മൗസും ആണുള്ളത്. ഇവിടെ കീബോർഡ് കൊടുക്കുന്നു. ഇവിടെ മൗസ് കൊടുക്കുന്നു. ഇനി ഒരു പോർട്ട് കൂടെ ഉണ്ട്. ആ ഒരു പോർട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധനം വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പം ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അതിനൊക്കെ ഉള്ളത് ബാക്കി പോർട്ടുകളിൽ തന്നെ കണക്ട് ചെയ്തിടാനാണ് എൻ്റെ പ്ലാൻ എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്കിനി സിയിൽ കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ബാക്കി പോർട്ടുകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരെണ്ണം ഫ്രീ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഇങ്ങനെ ഇവിടെ കിടക്കുന്നതാണ് ഒരു വിഷയം. അതിന് നമുക്കെടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് വെക്കാം ഗൈസ്. കണ്ട, ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടാൽ ഇതിങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ബാക്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ആയിട്ട് വെക്കാനുള്ളൊരു സെറ്റപ്പ് ചെയ്യാം. നമ്മളെ മറ്റേ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലേ, അത്യാവശ്യം നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി വർക്ക് ചെയ്യണുണ്ടോ നോക്കാം. അത് വർക്ക് ചെയ്യണുണ്ട്. ഇനി മൗസ് വർക്ക് ചെയ്യണുണ്ടോന്ന് നോക്കട്ടെ. മൗസ് വർക്ക് ചെയ്യണുണ്ട്. മൗസ് വർക്ക് ചെയ്യണുണ്ട്. ഇനി ഗെയിം പാഡ് വർക്ക് ചെയ്യണം നോക്കട്ടെ. ഇവിടെ മോഡ് ഇതാക്കുമ്പം ഇവിടെ ബ്ലിങ്ക് ചെയ്ത് ബ്ലിങ്കിങ് മാറിയാൽ വർക്ക് ചെയ്യണമെന്നാണ് അർത്ഥം കേട്ടോ. മാറിയിട്ടുണ്ട്. അപ്പോൾ അതും വർക്ക് ആവണുണ്ട്. അപ്പം അത് ഓക്കെയാണ്. ഇപ്പോൾ എനിക്ക് USB-C ഇനി നമുക്കിവിടെ കൊടുക്കാനുള്ളൊരു കണക്ടർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഊരിതാകണ്ട. ഇതിനി കൊടുക്കേണ്ടി വരത്തില്ല. ഇവിടെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനി എനിക്ക് ഫോണിന് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ആ ഒരു ഇത്. ഈ പോർട്ട് ഫ്രീ ആണ്. ഈ 2 പോർട്ടും ഫ്രീ ആണ്. എനിക്ക് ഇവിടെ ഹാർഡ് ഡിസ്ക് എക്സ്റ്റേണലി കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ഇത് കൊടുക്കാം, പെൻ ഡ്രൈവ് കൊടുക്കാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ ഹാർഡ് ഡിസ്ക് നമുക്ക് കുറച്ച് ലോങ് വയർ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത് ഫുൾ കണക്ട് ചെയ്ത് തന്നെ വെച്ചേക്കാം എപ്പോഴും. അതായത് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് നമുക്ക് കണക്ട് ചെയ്ത് വെച്ചേക്കണം, നല്ലതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം കൊള്ളാടെ. ഈ ഒരു പ്രൈസിന് 500 രൂപയ്ക്ക് എല്ലാ USB 3.0 പറഞ്ഞ സാധനമാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ സാധനം അത്യാവശ്യം കൊള്ളാം കേട്ടോ. എന്തായാലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. വേണമെന്നുള്ളവർ വാങ്ങിച്ചാൽ മതി.